ആകാശവാണി വാർത്താ വീക്ഷണം. ഇന്ത്യ US വ്യാപാര കരാർ പ്രതീക്ഷയോടെ ഇന്ത്യ. തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളിയിലേത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരണം ഹരിഷ്ണ. ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാറിൻ്റെ രൂപരേഖ പ്രഖ്യാപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ചകളും വിവാദങ്ങളും ആശങ്കകളുമൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. ചിലതെല്ലാം രാഷ്ട്രീയ പ്രേരിതവുമാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇതുപോലെ സുപ്രധാനമായൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായും ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. രണ്ട് രാജ്യങ്ങളുടെയും താൽപ്പര്യങ്ങൾക്കിടയിൽ ഒത്തുതീർപ്പിൻ്റെയും സൗമ്യതയുടെയും സാധ്യത കണ്ടെത്തുന്നിടത്താണ് കരാർ വിജയമാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഇന്ത്യ US വ്യാപാര കരാർ ഒരു വിജയമായി തന്നെ വേണം കാണാൻ. വർഷത്തിൽ $500 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം ലക്ഷ്യമിടുന്ന വ്യാപാര കരാറിൻ്റെ ചട്ടക്കൂടാണ് തയ്യാറായിട്ടുള്ളത്. ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കി. ഇടക്കാല കരാർ മാർച്ചിൽ ഒപ്പുവയ്ക്കും. ഇന്ത്യൻ വാണിജ്യകാര്യമന്ത്രി പീയൂഷ് ഗോയലും ഉദ്യോഗസ്ഥ സംഘവും ഒരു വർഷത്തിലേറെയായി അമേരിക്കൻ ഉദ്യോഗസ്ഥ സംഘങ്ങളുമായി പല ഘട്ടങ്ങളായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇടക്കാല വ്യാപാര കരാറിൻ്റെ രൂപരേഖയായത്. അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ 50 ലക്ഷം കോടി രൂപയുടെ വ്യാപാരമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കരാറിനെതിരെ വലിയ വിമർശനമുയർത്തി പ്രതിപക്ഷം രംഗത്തുണ്ട്. തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, വെളിച്ചെണ്ണ, കശുവണ്ടി തുടങ്ങി കേരളത്തിൻ്റെ സുപ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് US തീരുവ പൂർണ്ണമായും ഒഴിവാകും. വ്യക്തമായി പറഞ്ഞാൽ സീറോ ഡ്യൂട്ടി. കാർഷിക ക്ഷീരമേഖലകൾക്ക് പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കുന്നതാണ് കരാർ എന്നാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറയുന്നത്. ഇന്ത്യ ഭാവിയിലേക്ക് ഒരുങ്ങിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ ഭക്ഷ്യ കാർഷികോൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവയിൽ ഇളവ് അനുവദിച്ചിട്ടുള്ളതാണ് ചില ഭാഗങ്ങളിൽ നിന്നുയരുന്ന ആശങ്ക. സമുദ്രോൽപ്പന്നങ്ങളുടെ തീരുവ 18% കുറയ്ക്കുന്നത് രാജ്യത്തെ മത്സ്യമേഖലയെ വളരെ ശക്തിപ്പെടുത്തും. US തീരുവ 50% നിന്ന് 18% താഴുമ്പോൾ രാജ്യത്തിൻ്റെ കയറ്റുമതി രംഗം കൂടുതൽ ചലനാത്മകമാകും. റബ്ബർ കയറ്റുമതി ഉൾപ്പെടെയുള്ള മേഖലകളെയാവും ഇത് പുഷ്ടിപ്പെടുത്തുക. $30 ട്രില്യൺ മാർക്കറ്റിൻ്റെ വാതായനങ്ങളാണ് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് തുറന്നു കിട്ടുന്നത് എന്ന കാര്യം അത്ര നിസ്സാരമല്ല. കരാർ അന്തിമമാക്കുന്നതിന് ചർച്ചകൾ തുടരുമെന്നും ചട്ടക്കൂട് ആദ്യ പടിയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. 2025 ഫെബ്രുവരി 13 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തുടക്കമിട്ട ചർച്ചയാണ് യാഥാർത്ഥ്യമാകുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയതായി US അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ധാരണയുണ്ടായോ എന്നത് സംബന്ധിച്ച് സംയുക്ത പ്രസ്താവനയിൽ പരാമർശമില്ല. $13 ബില്യൺ ഫാർമസ്യൂട്ടിക്കൽ സ്മാർട്ട് ഫോൺ കയറ്റുമതിക്കും കരാർ ഉത്തേജനമാകും. ചൈന, ബംഗ്ലാദേശ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ താരിഫാകും US ഈടാക്കുക. രാജ്യത്തെ കർഷകരുടെ താൽപ്പര്യങ്ങൾ പൂർണ്ണമായും കരാർ സംരക്ഷിച്ചിട്ടുണ്ടെന്നാണ് ഒറ്റനോട്ടത്തിൽ വ്യക്തമാകുന്നത്. അമേരിക്കയിൽ നിന്നുള്ള ജനിതക മാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ പ്രവേശനം അനുവദിക്കില്ല. ചോളം, അരി, ഗോതമ്പ്, തിന, റാഗി, വാഴപ്പഴം, സിട്രസ് പഴങ്ങൾ, കാബൂളി കടല, പഞ്ചസാര, സോയാബീൻ, ധാന്യങ്ങൾ, മാംസം, പോൾട്രി, പാൽ ഉൽപ്പന്നങ്ങൾ, എഥനോൾ, പുകയില എന്നിവയുൾപ്പെടെ രാജ്യത്ത് അധികം ഉൽപ്പാദിപ്പിക്കുന്ന അവശ്യ വസ്തുക്കളെ പൂർണ്ണമായും സംരക്ഷിക്കും. താരിഫ് ഇളവ് നൽകില്ല. ഉരുളക്കിഴങ്ങ്, ഫ്രോസൺ വെജിറ്റബിൾ, ബീൻസ്, പയർവർഗ്ഗങ്ങൾ എന്നിവയ്ക്കും താരിഫ് ഇളവ് നൽകില്ല. ആപ്പിളിൻ്റെ ഇറക്കുമതി തീരുവ 50% നിന്ന് 25% കുറയ്ക്കുമെങ്കിലും കിലോയ്ക്ക് 100 രൂപയിൽ താഴെയുള്ള ആപ്പിൾ മാത്രമേ US നിന്ന് ഇന്ത്യയിലേക്ക് എത്തുകയുള്ളൂ. US ആപ്പിളിൻ്റെ മിനിമം ഇറക്കുമതി വില 80 രൂപയായിരിക്കും. ക്യാൻസർ ചികിത്സയ്ക്കടക്കം ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകളെ സീറോ തീരുവയിൽ ഉൾപ്പെടുത്തിയത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്. പേരയ്ക്ക, മാമ്പഴം, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്മാർട്ട് ഫോൺ, രത്നങ്ങൾ, വജ്രങ്ങൾ, എയർക്രാഫ്റ്റ് പാർട്സ്, കിവി, പപ്പായ, പൈനാപ്പിൾ, മഷ്റൂം, വെജിറ്റബിൾ റൂട്ട്സ്, ബാർലി, ബേക്കറി ഉൽപ്പന്നങ്ങൾ, കൊക്കോ ഉൽപ്പന്നങ്ങൾ, എള്ള്, ചെസ്നട്ട്, നിരവധി ഇനത്തിലുള്ള പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി തുടങ്ങിയവയും സീറോ ഡ്യൂട്ടി വിഭാഗത്തിലാണ്. ടെക്സ്റ്റൈൽസ്, തുകൽ, പാദരക്ഷകൾ, പ്ലാസ്റ്റിക്, റബ്ബർ, ജൈവരാസവസ്തുക്കൾ, ഗൃഹാലങ്കാര വസ്തുക്കൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, ചില യന്ത്ര സാമഗ്രികൾ എന്നിവയുടെ തീരുവ 18%. ഉഭയകക്ഷി കരാർ നിലവിൽ വരുന്നതോടെ 800 മുതൽ 1600 cc അതിനു മുകളിലുമുള്ള US ബൈക്കുകളുടെ ഇറക്കുമതി താരിഫ് ഇന്ത്യ പൂർണ്ണമായും ഒഴിവാക്കും. ഹാർലി ഡേവിഡ്സൺ അടക്കം പ്രീമിയം ബൈക്കുകൾ കൂടുതൽ പേർക്ക് വാങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ വർഷം 1600 cc വരെയുള്ള ബൈക്കുകളുടെ ഇറക്കുമതി തീരുവ 50 നിന്ന് 40% കുറച്ചിരുന്നു. 1600 cc മുകളിൽ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ളവയ്ക്ക് 50 നിന്ന് 30% US കാറുകൾക്കും നികുതി ഇളവ് നൽകും. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇളവ് നൽകില്ല. ഇന്ത്യയിൽ നിന്നുള്ള വാഹന ഭാഗങ്ങൾക്ക് US ഡ്യൂട്ടി ഇളവ് ലഭിക്കും.
എല്ലാ US വ്യവസായ ഉൽപ്പന്നങ്ങളുടെയും ചോളത്തിൻ്റെ അവശിഷ്ടമായ ഡ്രൈഡ് ഡിസ്റ്റിലേഴ്സ് ഗ്രെയിൻസ്, കാലിത്തീറ്റ ഉൽപ്പാദനത്തിനുള്ള ചുവന്ന ചോളം, പുതിയതും സംസ്കരിച്ചതുമായ പഴങ്ങൾ, സോയാബീൻ എണ്ണ, വൈൻ, സ്പിരിറ്റ് തുടങ്ങിയവയ്ക്ക് മേലുള്ള തീരുവ ഇന്ത്യ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള ചില വിമാനങ്ങൾക്കും വിമാന ഭാഗങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന നികുതികൾ അമേരിക്ക നീക്കം ചെയ്യും. ഡിജിറ്റൽ വ്യാപാരത്തിലെ എല്ലാ സങ്കീർണതകളും പരിഹരിക്കപ്പെടും. കരാർ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് കരുത്താകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്. കഠിനാധ്വാനികളായ കർഷകർ, സംരംഭകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർക്ക് പുതിയ അവസരങ്ങൾ ലഭ്യമാകുമെന്നും സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണ്. കരാറിൻ്റെ രൂപരേഖ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നിക്ഷേപ സാങ്കേതിക പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുമെന്നും സ്ഥിരതയുള്ള വിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി ഇന്ത്യൻ വിപണി പൂർണ്ണമായി തുറന്നു കിട്ടണമെന്ന അമേരിക്കയുടെ ആവശ്യം അതേപടി അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ഇടക്കാല കരാർ ഇത്രയും വൈകാനുള്ള കാരണവും മറ്റൊന്നല്ല. ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ തീരുവ 50% നിന്ന് 18% കുറയുന്നത് നമ്മുടെ അയൽക്കാരായ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ലഭിക്കാത്ത സൗജന്യമാണ്. ഇന്ത്യ അധികമായി ഉൽപ്പാദിപ്പിക്കാത്ത കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ് തീരുവയിൽ ഇളവ് നൽകിയിട്ടുള്ളതെന്നാണ് കേന്ദ്രം വിശദീകരിക്കുന്നത്. ജനിതക വ്യതിയാനം വരുത്തിയ വിളകൾ കയറ്റി അയക്കണമെന്ന US-ന്റെ പ്രധാന ആവശ്യം ഇന്ത്യ അംഗീകരിച്ചിട്ടുമില്ല. രണ്ടു രാജ്യങ്ങൾ തമ്മിൽ ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാ നേട്ടങ്ങളും ഒരു രാജ്യത്തിന് തന്നെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഒട്ടും നീതിപൂർവമല്ല. പരസ്പരം ചില വിട്ടുവീഴ്ചകൾ ചെയ്യാതെ സ്വതന്ത്രരായ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇത്തരത്തിലുള്ള കരാറിൽ ഏർപ്പെടുക പ്രയാസമാണ്. ഇന്ത്യയിലെ പൗരന്മാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ മുൻതൂക്കം നൽകും പോലെ കരാറിലേക്ക് വരുന്ന രാജ്യത്തിന് അവിടുത്തെ ജനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കാനും ബാധ്യതയുണ്ട്. ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ള വ്യാപാര കരാർ രാഷ്ട്രീയമായും സാമ്പത്തികമായും ഏറെ ഗുണകരമാവുമെന്ന വിലയിരുത്തലാണ് ഏറിയ കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ചിലർക്ക് രാഷ്ട്രീയമായോ മറ്റേതെങ്കിലും വിധത്തിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നേക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്തെയും ഭരണ നേതൃത്വത്തെയും അനാവശ്യമായി വിമർശിക്കുന്നത് തികച്ചും അപലപനീയമാണ്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ഇന്ത്യ-US വ്യാപാര കരാർ, പ്രതീക്ഷയോടെ ഇന്ത്യ. തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളിയിലേത്ത്, മാധ്യമപ്രവർത്തകൻ.